200-ലേറെ വർഷം പഴക്കമുള്ള ഗ്രൗണ്ടാണ് ഏലപ്പാറ കോഴിക്കാനത്തേത്. എസ്റ്റേറ്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗ്രൗണ്ട് ഉള്ളതാണ്. അന്നു മുതൽ പ്രദേശത്തെ ജനങ്ങൾ കായിക വിനോദങ്ങൾക്കുൾപ്പെടെ ഉപയോഗിച്ചു പോരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ നാളിൽ സ്വകാര്യ വ്യക്തി തന്റെ സ്ഥലമാണ് ഇതെന്ന് കാട്ടി ഇവിടേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് അമ്പലവും ഒരു വശത്ത് ജനങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന കിണറുമടക്കം സ്ഥിതി ചെയ്യുന്നതാണ്. ഏലപ്പാറ പഞ്ചായത്തിലെ കോളിക്കാനം വാർഡിൽ ഒരു സ്വകാര്യ 11-ാം വാർഡിൽ ഒരു സ്വകാര്യ വ്യക്തി ട്രസ്റ്റിൻ്റെ പേരിൽ ഈ ഗ്രൗണ്ടിന് നിയമപരമായിട്ട് എന്തൊക്കെയാണ്ടോ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ളവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ഈ കോളിക്കാനം എസ്റ്റേറ്റ് ആദ്യ കാലങ്ങളിൽ നമ്മുടെ ടി കമ്പനി മുതൽ ബ്രിട്ടീഷുകാരുടെ ആ കാലം മുതൽ ഈ നിമിഷം വരെ ഇത് തൊഴിലാളിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇത് ഒരിക്കലും ലേബർ ആക്ട് നിയമപ്രകാരം ഇത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് തൊഴിലാളിയുടെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പുള്ളി ഒരു ടെസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് ഇത് തട്ടിയെടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ കോളിക്കാന ജനങ്ങൾ ഒറ്റ കട്ടോടെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ മുഴുവൻ സ്ത്രീകൾ അടക്കം നിന്നുകൊണ്ട് ഈ പിള്ളേരെ കായികപരമായിട്ട് നമുക്ക് ഈ പിള്ളേരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏക മാർഗമാണ് ഗ്രൗണ്ട്. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമുക്കറിയാമല്ലോ, ചെറുപ്പക്കാർ പലരും മയക്കുമരുന്ന് മറ്റു രീതിയിലെല്ലാം പോകുമ്പോൾ അത് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഗ്രൗണ്ട് നമ്മൾ കായികപരമായിട്ട് മറ്റ് സ്പോർട്സ് രീതിയിലെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുന്നോട്ടുള്ള നിയമ നടപടിയായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ കോളിക്കാന ഗ്രൗണ്ട് ഞങ്ങൾക്ക് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഈ ഗ്രൗണ്ട് സ്വകാര്യ വ്യക്തി എങ്ങനെ കൈയടക്കി എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ കോഴിക്കാനം എസ്റ്റേറ്റ് ഉണ്ടായ ആ നാൾ മുതൽ RBT കമ്പനിയുടെ ഈ ഗ്രൗണ്ടും ഈ സ്ഥാപനങ്ങളും ഈ കോഴിക്കാനത്ത് ജനിച്ച് വളർന്നതായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ് ഇത്. എനിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. ആ നാൾ തൊട്ട് ഞങ്ങൾ ഇവിടെ കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ്. എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ അപ്പൻ്റെ അപ്പനും അമ്മയുടെ കാലം തൊട്ട് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നതാണ്. ഞങ്ങളുടെ ഒരു സ്വന്തം സ്ഥലമാണിത്. ഇതിൽ ഇന്നൊരു മറ്റൊരാൾ വന്നിട്ട് അത് അവരുടേതാണെന്ന് പറയുമ്പോൾ അത് എനിക്ക് വളരെ വേദനയുള്ള കാര്യമാണ്. എന്നെപ്പോലെ എൻ്റെ സമപ്രായക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ ഗ്രൗണ്ട് ആർക്കുള്ളതാണെന്നും ആരാ ഇവിടെ ഏറ്റെടുത്ത് നടത്തുന്നെന്നും അറിയാം. ഈ കോഴിക്കാനത്തെ സകലമായ ജനങ്ങളുടെയുമാണ്. ഇപ്പം ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ തലമുറകൾ ഇവിടെ കളിക്കേണ്ടതായ ഒരു സ്ഥലമാണ്. അതിൽ മറ്റൊരാൾ അധികാരിയാണ് ഇത് എൻ്റെതാണെന്നും പറഞ്ഞ് ഇവിടെ വരുവാണെങ്കിൽ അത് ഞങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കത്തില്ല. അതിനി എവിടം വരെ പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ തലമുറകളും പോകാൻ ഞങ്ങൾ ഒരുക്കത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇവിടെ വന്ന് ആരെന്ത് വിഷയങ്ങൾ ഉണ്ടാക്കിയാലും ഇത് യാതൊരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നതല്ല. നിലവിൽ പ്രദേശവാസികൾ ഒന്നടങ്കം ഗ്രൗണ്ടിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്വകാര്യ വ്യക്തിയുടെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. കുറേ വർഷങ്ങളായി പൊതുജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് ചില സ്വകാര്യ വ്യക്തികൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കയ്യേറിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. സേവ് കോഴിക്കാനം ഗ്രൗണ്ട് എന്നുള്ള 1-ാം ഡിവിഷൻ ഗ്രൗണ്ടിന് വേണ്ടിയുള്ള ശക്തമായ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പൂർണ്ണ പിന്തുണ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് കോഴിക്കാനം 2-ാം ഡിവിഷന്റെ ഭാഗത്തുനിന്ന് അറിയിച്ചുകൊള്ളുന്നു. ഈ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ച എല്ലാ പൊതുജനങ്ങളോടുള്ള ആദരവും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. വരും ദിവസങ്ങളിൽ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുൻപോട്ട് പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.